ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പാലട പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വളരെ ടേസ്റ്റിയാണ്. നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഓണത്തിന് പായസം ഉണ്ടാക്കാൻ മേടിച്ച പാത്രമാണിത്. പ്രസ്റ്റീജിൽ നിന്ന് നല്ല കുടുവൻ പാത്രമാണ്. അപ്പം നമ്മൾ നാട്ടിലായിരുന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയില്ല. അപ്പം അവിടെ പായസമൊക്കെ വെച്ച് 3 കൂട്ടം പായസമൊക്കെ വെച്ച് നമ്മൾ സദ്യ ഉണ്ടാക്കി. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ശർക്കര ഇട്ട പാലട പായസമാണ്. അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചവ്വരി സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പാലടയുടെ മിക്സ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. പായസത്തിന് സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പായസത്തിന് ചെറിയ ചവരി ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് വെന്തിട്ടാണ് നമ്മൾ കുറച്ച് പാലട മിക്സ് ഇടുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ കടിച്ചിരിക്കും. ഇതൊന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചവരി ഇവിടെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാലടയുടെ മിക്സ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്റ്റൗവിൽ 2 വെളുത്ത ശർക്കര, ഇവിടെ എനിക്ക് 2 വെളുത്ത ശർക്കര ഇടുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മിനിറ്റ് കൂടെ ഉപയോഗിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ വെള്ള അച്ച ശർക്കര. അപ്പോൾ ഇത് നമ്മളൊന്ന് വേവിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. നമുക്കിവിടെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഗൈസ്, ഏകദേശം നമ്മുടെ ഇത് ചവരി വേകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇതോടെ ഇടാണ് നമ്മുടെ മിക്സ്, പാലട മിക്സ്. കവറിലായിരുന്നു ഞാനിതിൽ നിന്ന് കവറിൽ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് എടുത്താണ്. ഞാനിത് നാട്ടിൽ കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് അടയെല്ലാം ഉണ്ടാക്കിയ നമ്മൾ കരിക്ക് പായസവും ഗോതമ്പ് പ്രഥമനും പിന്നെ പയറുപരിപ്പ് പ്രഥമനുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിവിടെ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ശരിക്ക് വേഗട്ടെ. ഇനി 2 കളിച്ചെന്ന് എന്നിട്ട് 2 പാലൊഴിച്ച് നമുക്ക് വേവിക്കും. വേഗട്ടെ ഇത്. ഗൈസ്, അങ്ങനെ നമ്മുടെ പാലട മിക്സ് ഇട്ട് ചവരിയുടെ കൂടെ ഇട്ട് ഏകദേശം വേകാറായിട്ടുണ്ട്. നല്ല ഒരു പാത്രമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പായസത്തിന് പറ്റിയ ഒരു പാത്രം തന്നെയാണ്. തിളച്ച് ചാടുന്നൊന്നുമില്ല, അത്യാവശ്യത്തിന് മാത്രം ഒഴിക്കുന്നു. പിന്നെ ഓൾറെഡി ഇതിനകത്ത് പായസം മിക്സിനകത്ത്, അതായത് പാലട മിക്സിനകത്ത് മധുരമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇച്ചിരി ചവരിയൊക്കെ ചേർത്തുകൊണ്ട് ലാവിഷായിട്ട് കുറച്ച് മധുരം കൂടി ഇരിക്കട്ടെ. പിന്നെ പാലൊക്കെ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട്. നല്ലൊരു പാത്രമാണ്, നല്ല കുടുംബ പാത്രം, തിളച്ച് ചാടത്തൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് പായസത്തിന് നല്ലൊരു പാത്രമാണ് ഈ പ്രസ്റ്റീജിൻ്റെ പാത്രം. അതായത് എനിക്ക് വാങ്ങാൻ തോന്നിയതിൽ എനിക്കിപ്പോൾ എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഗൈസ്, നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇത് മുഴുവൻ നമുക്കങ്ങ് ഒഴിക്കാം. ശർക്കര ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇളകിയത് കുറുകി വരുമ്പോൾ നമുക്ക് പാല് ചേർക്കാം. ഇതിരുന്ന് കുറുകട്ടെ. ഞാനിതിലേക്ക് കുറച്ച് ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് ഒഴിക്കുകയാണ്. ഇതിൽ കിടന്ന് നന്നായിട്ട് വേകട്ടെ. ഞാനിതിനകത്ത് മിൽക്ക് തന്നെയാണ് ഒഴിക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ വാങ്ങിയതില്ല, ഉണ്ട് ഇതിപ്പോൾ. എന്നാലും ഞാനിപ്പോൾ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇത് കുറുകി വരട്ടെ. ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും. നന്നായിട്ട് വേകട്ടെ. ഇവിടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചവരിയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പഴം കൂടെ അരിഞ്ഞിടാൻ പോവാണ്. എന്നിട്ട് നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ബാക്കി ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ പഴമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഏലക്ക ഒരെണ്ണം ഞാൻ ഇടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് വാങ്ങാൻ നേരം നമുക്ക് ഏലക്ക പൊടിച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചിടാം. ഞാൻ ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ നമ്മുടെ ചെറിയുമാണ് ഇടുന്നത്. കാഷ്യൂനട്ടിനും കിസ്മിസിനും പകരം. ഏലക്കാപ്പൊടി ഇട്ടു. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചെടുക്കുക. എന്നിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ടൊക്കെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ലൈഫ് മിൽക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഒഴിക്കാനും പോകുന്നത്. കുറച്ചുകൂടെ ഏകദേശം ഇത്ര മതിയായിരിക്കും. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വാങ്ങി ടൂട്ടി ഫ്രൂട്ടി ഇട്ടെടുക്കാം. ഒരു നുള്ള ഉപ്പ് ഞാൻ ആദ്യമേ ചേർത്തിരുന്നു, അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ ഇട്ട് നമുക്കെടുക്കാം. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സെർവിങ് ഡിഷിൽ ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇത് സെർവിങ് ഡിഷിലാക്കി ചെറിയൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പാലൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവിങ് ഡിഷിലാക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. മറ്റൊരു നല്ല പാട്ട് കാണാം. താങ്ക് യു.